ഏട്ടാ, ഫുഡിന്റെ റേഞ്ചൊക്കെ ശരിയായില്ലേ? ഞാൻ ഇനി അങ്ങോട്ട് പോയി നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആടാ, അതൊക്കെ സെറ്റാ. നീ അവളുടെ ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് പിന്നെ ഇവിടെ സഹായിക്കാൻ ആരുമില്ല എന്ന് നിനക്കറിയാലോ. ഈ ഏട്ടന്മാര് ഇത് എവിടെ പോയി കിടക്കോ? കുറെ നേരമായല്ലോ. പെണ്ണ്, എന്തുവാ ഇത്? വെള്ളം വന്നേ, വീഴും അല്ലെങ്കിൽ. വീണാലെന്താ കുഴപ്പം? നിങ്ങളെന്താ എന്നെ നോക്കില്ലേ? ഇത്രയും ഏട്ടന്മാരുണ്ടായിട്ട് എന്നെ നോക്കില്ല എന്ന് പറയുന്നത് നാണക്കേടാണ് കേട്ടോ. വേണേ അവിടുന്ന്. അല്ല, നീ ഇതിപ്പോ എവിടെ പോവാ? ഞാൻ പോയി സിദ്ധൂരൊന്ന് കണ്ടിട്ട് വരാം. ഇന്നും കൂടെ ഇല്ലേ ഞങ്ങൾക്ക് സ്നേഹിച്ച് നടക്കാൻ പറ്റും. അതെന്താ നാളെ തൊട്ട് സ്നേഹിക്കാൻ പറ്റില്ലേ? എന്തൊക്കെയാ പെണ്ണെ നീ പറയുന്നേ? തടയണ്ട ഏട്ടാ, പോയി കണ്ടിട്ട് വന്നോട്ടെ. അല്ലെങ്കിൽ പിന്നെ അതിനായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. പോയിട്ട് വാ, പക്ഷെ വേഗം വന്നേക്കണം. ഇവിടെ ഇന്ന് വൈകുന്നേരമൊക്കെ ഫംഗ്ഷൻ ഉണ്ട്, എല്ലാവരും എത്തും. ശരി, ഞാൻ പോവാണേ. ബൈ. ഇവരെന്താ ഇത്ര നേരമായിട്ട് വരാത്തത്? എനിക്കൊരു ദേഷ്യം പിടിക്കുന്നുണ്ട്. 10 മണിയാകുമ്പോ ഇവിടെ വരാൻ പറഞ്ഞിട്ടോ, ഇതുവരെ വന്നിട്ടില്ല. ഹലോ മാഡം. എന്താണ് മാഡം, നാളെ കല്യാണമല്ലേ? എന്നെ ഒന്നും വിളിക്കുന്നില്ലേ? ഇല്ല, വേണമെങ്കിൽ വന്നേരുവാ, അല്ലാതെ നിന്നെ വിളിക്കില്ല. ഓ, അങ്ങനെ. അവിടെ എല്ലാം സെറ്റല്ലേ? അവിടെ എല്ലാം സെറ്റാ. ഏട്ടന്മാരൊക്കെ ഭയങ്കര എക്സൈറ്റഡാ. എന്റെ കല്യാണം ആദ്യം നടക്കുന്നേ, അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് കേട്ടാക്കും പറഞ്ഞായിരിക്കുന്നത്. ലവ് യു ടു. എന്തായാലും നാളെ എൻ്റെ വീട്ടിലോട്ടല്ലേ വരുന്നത്. സോ നമുക്ക് അവിടെ വെച്ച് കാണാം. അയ്യേ, എന്തോ ഇത്? ഇങ്ങനെ സന്തോഷമുള്ള ഒരു ദിവസം കരയാനൊന്നും പാടില്ല. നീ എന്നെ സ്ട്രോങ് കാണില്ല. സോ അതുമില്ല, സിദ്ധുവിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്, നീ സ്നേഹിച്ച ആളുടെ അടുത്തേക്ക്. അപ്പൊ പിന്നെ ഇങ്ങനെ കരയാനൊന്നും പാടില്ല. ഏട്ടൻ്റെ കുട്ടി സ്ട്രോങ് ആണ്. ഓക്കെ, എപ്പോ വേണമെങ്കിലും ഏട്ടൻ്റെ കുട്ടിക്ക് ഒന്ന് വിളിച്ചാൽ പോരെ, ഏട്ടൻ എത്തൂലേ? പിന്നെന്താ, കരയാത്ത കേട്ടോ. ചേച്ചി, ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടോ? പാല് കുടിക്കും, പോയിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. എനിക്കെന്താ പേടിയാവുന്നു, വല്ലാത്തൊരു ടെൻഷൻ പോലെ. അതിന്റെ ചേച്ചി ഏട്ടന് ആദ്യമായിട്ടൊന്നുമല്ലോ കാണുന്നത്, അറേഞ്ച്ഡ് ഒന്നുമല്ലോ, ലവ് മാരേജ് അല്ലേ. സോ എന്തിനാ ഇത്രയധികം പേടിക്കുന്നത്? ഒന്നും ഉണ്ടാവില്ല, പോയിട്ടോ. ഓക്കെ, നമുക്ക് നാളെ കാണാം. സിധു, നീ എന്താ എന്റെ ഫോൺ എടുക്കാത്ത? എന്നൊരു നേരെയായി ഞാൻ വിളിക്കുന്നു. നീ ആ കാര്യം പറയാനാണ് എന്നെ വിളിക്കുന്നെങ്കിൽ എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല. എടാ, പക്ഷെ നമുക്കൊരാളുടെ ലൈഫൊന്നും വെച്ച് കളിക്കാനുള്ള അധികാരമൊന്നുമില്ല. നിനക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതെങ്കിൽ നിനക്ക് അവളോടൊന്ന് സംസാരിച്ചൂടെ? വെറും നീ വെച്ചിട്ട് പോ, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. ഗുഡ് നൈറ്റ്. എന്താ വേണം ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ ഇത്ര ധൃതിയായ?
സിദ്ധു, അതെന്താ ഈ കാട്ടിയത്? എന്ത് കാട്ടിയെന്ന് നിനക്കിതുവരെ മനസ്സിലായില്ലേ? നീ ഇത്രയും തരം താഴ്ന്ന ഒരു പെണ്ണാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സ്നേഹിച്ചു, എനിക്കിഷ്ടമുള്ള അത്രയും ഞാൻ നിന്നെ സ്നേഹിച്ചു. പക്ഷെ നീ എന്താ ചെയ്തത്? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? നിന്നെപ്പോലൊരു പെണ്ണിനെ എന്റെ കൈ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. നിനക്കും ഇതൊക്കെ തന്നെയല്ലേ വേണ്ടത്? സ്വപ്നങ്ങൾ കണ്ടതാ എനിക്കറിയില്ല. എന്തൊക്കെ സ്വപ്നങ്ങൾ നമുക്ക് ശരിക്കും വേണ്ടി കണ്ടിട്ടുണ്ട്. അതൊക്കെ മറന്നുപോയോ? എന്താ നമുക്ക് ജീവിക്കണ്ടേ? ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും കാലം കൊണ്ട് സ്നേഹിച്ചതൊക്കെ. എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ? നീ ഇനി ഈ വീട്ടിൽ കിടന്ന് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളടി. നീ എന്താ വിചാരിച്ചത്? എന്നെ ചതിച്ച് നിനക്കിവിടെ നിൽക്കാൻ പറ്റുമോ? എന്താണ് ഇവിടെ ഇത്ര നേരം ഒന്നും ആരും കിടന്നു ഉറങ്ങാറില്ല. എണീക്കാൻ നോക്കും. എന്നൊരു കാര്യം, ഇന്നലെ നടന്ന കാര്യം നിന്റെ വീട്ടിൽ പോയി പറയാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ മോൾക്കൊരു കാര്യം അറിയാലോ. ഇത്രയും കാലമില്ലാത്തൊരു കണക്ഷൻ ഇപ്പൊ നിന്റെ കമ്പനിയും എന്റെ കമ്പനിയും തമ്മിലുണ്ട്. സോ അത് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ എത്ര കോടിയുടെ നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവുമോ എന്ന് ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് അതിനെപ്പറ്റി മോള് ചിന്തിക്കേ വേണ്ട. ചേച്ചി ഒന്ന് വാ, കാപ്പി എടുക്കട്ടെ. എനിക്കൊന്നും വേണ്ട. അതെന്താ എന്റെ സുന്ദരിക്ക് വേണ്ടാത്തത്? നീ രണ്ടുപേർക്കും കൂടി ഒരു കടുപ്പത്തിലൊരു കാപ്പി എടുക്കും. നീ കുടിക്കും ഇല്ലേ? ഇല്ലെങ്കിൽ നീ കുടിക്കേണ്ടി വരും. അമ്മ
അച്ഛനൊക്കെ എവിടെ പോയി? കണ്ടില്ലല്ലോ. അത് എന്തിനാ എന്റെ വൈഫിന് അവളോട് ചോദിക്കുന്നേ? എന്നോട് ചോദിച്ചൂടെ? നിന്റെ കെട്ടിയവനായി ഞാനവിടെ നിൽക്കുമല്ലേ? ഈ ഏട്ടനത് എന്തിന്റെ കേടാ? ചേച്ചിനെ കളിപ്പിക്കുന്നു ഒന്നല്ലേ ചേച്ചി? ഇവനെ പണ്ട് തൊട്ടങ്ങനെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഇതിന് ശരിയാക്കണം. ഓക്കെ? നീ എന്നെ ശരിയാക്കാതെ പോയിട്ടെ കാപ്പി എടുക്കാൻ നോക്കും. വേഗം ആയിക്കോട്ടെ. ഞങ്ങൾക്കത് കുടിച്ചിട്ട് വേണം ഒന്ന് റൂമിൽ പോയി വിശ്രമിക്കാൻ. ഇന്നലത്തെ തന്നെ നല്ല ക്ഷീണമുണ്ട്. ക്ഷീണം കാണും. ആദ്യ രാത്രി ആയിരുന്നു. ഞാൻ പോയി കാപ്പി എടുത്തിട്ട് വരാം. നിങ്ങൾ എന്നിട്ടോ? ഞങ്ങൾ രാവിലെ തന്നെ അവൾക്ക് പോയതാ പോയെ. സോറി കേട്ടോ, പറയാൻ വേണ്ടി വിട്ടുപോയിട്ടാ. അവളുടെ അടുത്ത് കാപ്പി ഇട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് കാപ്പി കുടിച്ചോ? അതൊന്നും കുഴപ്പമില്ല മോനെ. ഞങ്ങള് രണ്ടുപേരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അവള് കാപ്പി ഇട്ട് കൊണ്ടുവരില്ലേ? എന്തെന്താ കുഴപ്പമില്ല. ഇതൊന്നും മോൾക്ക് പറ്റി? മോളെന്താണ് മിണ്ടാത്തെ? ഇതിന്റെ എപ്പോഴും സംസാരിക്കുന്നതാണല്ലോ. എന്ത് പറ്റി? മോൾക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. അമ്മ എന്തേ പറയുന്നത്? ഞങ്ങൾ ഇന്നലെ ഫസ്റ്റ് നൈറ്റ് അല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ക്ഷീണം ഉണ്ടാവും. അമ്മ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയില്ലേ? പ്ലീസ്, എന്റെ വൈഫിക്ക് നാണാകും. ഇന്ന് അവരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞ് മോളെ കാണാൻ വേണ്ടിയിട്ട്. അവർക്ക് എന്തോ അവിടെ ഭയങ്കര മിസ്സിങ് അത്രേ. അവർ കാണാൻ വരുന്നുണ്ടെന്നാ പറഞ്ഞു. അവർക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാക്കാമായിരുന്നു. ഓ, അപ്പം ഏട്ടന്മാരെ മിസ് ചെയ്തുകൊണ്ടാണല്ലേ എൻ്റെ പൊന്നുമോക്കൊരു ഉഷാറില്ലാത്തത്. ഇനി ഏട്ടന്മാർ വന്ന് പോകുമ്പോഴത്തേനും മോളുടെ എല്ലാ സങ്കടവും മാറും. ഓക്കെ? ഇനി അഥവാ മോക്ക് സങ്കടം മാറിയിട്ടില്ലെങ്കിൽ 2 ദിവസം പോയി അവിടെ നിന്നോ, കുഴപ്പമൊന്നുമില്ല. എന്തുവാ വേണ്ടത്? മോശം കേട്ടോ. ഇങ്ങോട്ട് വന്നില്ലുള്ളൂ. അതിന് മുന്നേ ഞങ്ങളെ മിസ് ചെയ്തോ? സാറില്ല, നിന്നെ മിസ് ചെയ്തോണ്ടല്ലേ ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. നിനക്കങ്ങനെ മിസ്സൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നീ വിളിച്ചൊന്നുമില്ലല്ലോ. അത് പിന്നെ എന്റെ വൈഫ് ഭർത്താവ് എടുത്തോളപ്പോ വേറെ ആരെ പറ്റി ആലോചിക്കാറില്ല. അല്ല പിന്നെ ഇന്ന് ഞാനൊന്ന് അടുക്കളയിൽ പോയിട്ട് വരാതെ. അവള് ഒറ്റയ്ക്കല്ലോ. ഒരുപാട് കരഞ്ഞങ്ങ് ഏട്ടന്മാരുടെ അടുത്ത് കാര്യങ്ങളൊന്നും പോയി പറഞ്ഞേക്കല്ലേ. കമ്പനി എന്നെ തലതെറിഞ്ഞു പോകും. എന്റെ പൊന്നുമോളെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. പോട്ടെ, കാപ്പി എടുക്കട്ടോ. ഞാൻ വൃത്തിയിട്ടവളാണെങ്കിൽ നീ എത്രയോ വൃത്തിയിട്ടവളാടി. അമ്മേനെ കൊണ്ടുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പെണ്ണ്. അതല്ലാണ്ട് നീ എന്തൊക്കെ തോന്നിവാസത്തിനാണ് പോയിട്ടുള്ളത്. പറയാൻ തന്നെ മനസ്സിന് ലജ്ജ തോന്നും. ഇത്രയും വൃത്തിയായിട്ട് സ്നേഹിച്ചത് എന്റെ തെറ്റ്. എന്റെ വീട്ടിലേക്ക് സൗണ്ട് ഉയർത്തരുത്, മനസ്സിലായോ? അങ്കിൾ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പാറു ഞങ്ങളുടെ കമ്പനിയിൽ നേരത്തെ തൊട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്.
അവക്ക് ഇതിനെപ്പറ്റി നല്ല ഐഡിയ ഉണ്ട്. കുറെ പ്രൊജക്ട്സ് ഒക്കെ അവളെ തന്നെയാ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആഹ് എന്തായാലും നമ്മുടെ കമ്പനി തമ്മിൽ ഒരു ഗ്യാരണ്ടി ഇപ്പോൾ ഉള്ളത് കൊണ്ട് അവളിനി അങ്കിളുടെ കമ്പനിയിൽ വന്ന് വർക്ക് ചെയ്യുന്നതിനോട് അങ്കിളിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ബിക്കോസ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവളാകുമ്പോൾ ഇപ്പം ഇവിടുത്തെ ആളുമാണ്, എന്നാൽ നമുക്കൊന്നിച്ച് വർക്ക് മാനേജ് ചെയ്യാനും പറ്റും. അങ്കിള് ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നെങ്കിൽ, അവൾ കുറേ നാൾ കൊണ്ട് പഠിച്ചുണ്ടാക്കിയ ഒരു സംഭവമല്ലേ. ഞങ്ങളവളെ പഠിപ്പിച്ചതൊക്കെ ഇതിനു വേണ്ടി തന്നെയാണ്. അപ്പോൾ എന്തിനാ മോനെ അതൊക്കെ ഞാൻ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നത്? മോള് പഠിച്ചതാണ്. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ എല്ലാവരും ജോലിക്ക് പോകണം. അതൊക്കെ നല്ല കാര്യമാണ്. ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് എഡ്യൂക്കേഷൻ. അത് നിങ്ങൾ അവർക്ക് കൊടുത്തു. അപ്പോൾ അവർക്ക് ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. സോ അതിനൊന്നും ആരുടെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. എൻ്റെയോ സിദ്ധുവിൻ്റെയോ ആരുടെയും അനുവാദം വേണ്ട. മോക്ക് എപ്പോൾ ജോലിക്ക് പോകണമെന്ന് വേണമെങ്കിലും മോക്ക് പോകാം. അത് ഈ കമ്പനിയിലായാലും നിങ്ങളുടെ കമ്പനിയിലായാലും എവിടെ വേണമെങ്കിലും മോക്ക് വർക്ക് ചെയ്യാം. അതിനൊന്നും ഒരു കുഴപ്പമുണ്ടാകില്ല. എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണ്. ശരി, ഇനി നിങ്ങൾ അങ്ങോട്ട് വാ. വൈഫേ, ഞാൻ മേലെ പോവാണ്. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് എത്തിക്കൊണ്ടോ. ഈ ചെക്കൻ്റെ ഒരു കാര്യം, ഒരു നേരം പോലും അവളെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് കണ്ടില്ലേ? നേരത്തെ കണ്ടില്ലേ? ചായ എടുക്കാൻ പോയപ്പോൾ പിന്നാലെ പോയിക്കുന്നു. ഈ പയ്യൻ്റെ ഒരു കാര്യം. മോൾ സമയങ്ങളേണ്ട, മേലോട്ട് പൊക്കോ. ഇവിടുത്തെ പണിയൊക്കെ അമ്മ നോക്കിക്കോളാം. അമ്മോടെന്ന് നിന്നെ അച്ഛനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കമ്പനിയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടുത്തെ കമ്പനി അങ്ങനെ നോക്കി ശീലമില്ലല്ലോ. അങ്ങനെ അവിടുത്തെ കമ്പനി ഇവിടുത്തെ കമ്പനി ഒന്നുമില്ല മോളെ. ജോലിയൊക്കെ ഒന്ന് തന്നെയല്ലേ. സോ മോള് നാളെ തൊട്ട് അവൻ്റെ കൂടെ ജോലിക്ക് പോകണം. മോളുടെ ഏട്ടന്മാരാകെ തന്നൊരു റിക്വസ്റ്റാണ്, വീട്ടിൽ വെറുതെ ഇരിക്കാൻ പാടില്ല, അവളെ ജോലിക്ക് വിട്ടോളെന്നുള്ളത്. അത് നീ പഠിച്ചതിനുള്ളൊരു ഇതായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. മോക്ക് താല്പര്യമുള്ളപ്പോൾ പോവാൻ വെച്ച് പറയാനിരിക്കുമായിരുന്നു ഞാൻ. പക്ഷെ ഏട്ടന്മാർ ഇത് റിക്വസ്റ്റായിട്ട് കൊണ്ടുവന്ന സ്ഥിതിക്ക് മോൾ നാളെ തന്നെ പോയി ജോയിൻ ചെയ്യണം. കമ്പനിയിൽ ഇരിക്കാനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ഞാൻ ചെയ്യും. തമ്പുരാട്ടി ഇപ്പോഴാണോ കയറി വരുന്നത്? എപ്പ ഞാൻ പറഞ്ഞതാ? നിന്റെ വീട്ടുകാരിവിടുന്ന് ഇറങ്ങി പോയപ്പോ ഞാൻ പറഞ്ഞല്ലേ മേലോട്ട് കയറി വരാൻ. നിനക്ക് എന്തായിരുന്നു ഇവിടെ പണി? നിന്റെ വായിൽ എന്താടി പഴോ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? നിന്റെ ഏട്ടന്മാരുടെ അടുത്ത് നിനക്ക് പറയാൻ തോന്നി കാണൂലേ പല കാര്യങ്ങളും? ഞാൻ ഒരു വാക്ക് എന്റെ ഏട്ടന്മാരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പിന്നെ ഇവിടെ ജീവനോടെ നിൽക്കില്ല. അതാണ് ഓർത്തു. ഓ, എന്നിട്ട് നീ ഏട്ടന്മാരുടെ അടുത്ത് പറഞ്ഞു അവരെന്നെ തല്ലിക്കൊല്ലോ? തല്ലിക്കൊല്ലോ എന്നെ? പക്ഷെ നീ പറയില്ലല്ലോ. തന്റെ ഈ അട്ടഹാസച്ചിരി ഉണ്ടല്ലോ, അതൊക്കെ നിർത്തിവെച്ചിട്ട് കരയുന്നൊരു ദിവസം വരും. ദൈവം തനിക്കത് കാണിച്ചു തരും. നോക്കിക്കും. ഞാനേ നിന്നെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോ തൊട്ട് ഇവിടെ കരയാൻ തുടങ്ങിയതാ. ഞാൻ കരഞ്ഞത് പോലെ നീ കരയാൻ വേണ്ടി തന്നെ അടിക്കാൻ നിന്നെ കല്യാണം കഴിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, നീ അനുഭവിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഒരു ദിവസമല്ലേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പൊ തന്നെ നിനക്ക് മതിയായി അല്ലേ? ഈ തലോടം പൊതുപ്പൊക്കെ എടുത്ത് മാഡം എവിടെ പോവാണ്? ഇവിടെ എന്റെ അടുത്ത് കിടക്കാൻ പറ്റുമെങ്കിൽ കിടന്നാ മതി. നീ ഉറങ്ങണ്ട. എനിക്ക് തന്റെ കൂടെ കിടക്കാൻ താല്പര്യമില്ല. ഞാൻ താഴെ കിടന്നോളാം. അങ്ങനെ പറയില്ലേ നീ. വൈഫ് ഇങ്ങോട്ട് വന്നേ, മടിയിലേക്ക്. എന്തേ കാണിക്കുന്നത്?
അവസാനം റൂമിലേക്ക് ഇറങ്ങി കയറി വന്നു. എനിക്ക് ചീത്ത പേരുണ്ടാക്കരുത്. ഞാനെന്തെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടാണ് നീ താഴെ പോയി കിടക്കുന്നതെന്നൊന്നും പറഞ്ഞേക്കില്ല. അങ്ങനെയാണെങ്കിൽ പോയി കിടന്നോ. നീ അവിടെ കിടന്നാലും എനിക്കെന്താ? അമ്മ, ഞാൻ ഓഫീസിലോട്ട് പോവാണ്. രാവിലെ അവൻ്റെ കൂടെ പോകാൻ പറ്റില്ല അല്ലേ? മോൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല എന്ന് അവൻ പറഞ്ഞു. ഞാൻ എന്തായാലും പോയിട്ട് വാ. ആദ്യത്തെ ദിവസമല്ലേ. ഓൾ ദി ബെസ്റ്റ്. നീ എപ്പോ എത്തി? ഞാൻ ഇന്നലെ രാവിലെ എത്തി. അപ്പോഴാണ് അച്ഛൻ വിളിച്ചിട്ട് പറയുന്നത് ഓഫീസിൽ കുറച്ച് റീഅറേഞ്ച്മെൻ്റ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. പെട്ടെന്നായിരുന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നീ ഒന്ന് നോക്കി. എന്ത് റീഅറേഞ്ച്മെന്റ്? എനിക്ക് മനസ്സിലായില്ല. ഓഫീസിലെ എന്ത് കാര്യത്തിനും അച്ഛൻ എൻ്റെ അടുത്ത് സാധനം വാങ്ങി ചോദിക്കുന്നതാണല്ലോ. എന്നോടൊന്നും പറഞ്ഞില്ല. എന്താടാ? ഇനിയിപ്പോ പറയേണ്ട ആവശ്യമില്ല. ആളെത്തിയില്ലോ. നീയാ? നീ എന്താ ഇവിടെ? നിന്നോട് ആരും ഓഫീസിലോട്ട് വരാൻ? അതാരെങ്കിലും പറയണോ എന്റെ ഭർത്തു? ഞാൻ തന്നെ വന്നാ പോരെ? ഇതിപ്പോ എന്റെ കൂടെ ഓഫീസാ. ഞങ്ങളും കമ്പനിയായിട്ടുള്ള ഡീല് വേണ്ടാന്ന് വെച്ചാലും തന്റെ കമ്പനി വട്ടപ്പൊളിച്ചുമാക്കും. നീ എന്താടി പറഞ്ഞേ? ഓഫീസായപ്പോ ഇടിഞ്ഞ് അങ്ങനെ ശരിയാക്കിയല്ലേ? താൻ എന്നെ ഒരു ചുക്കും ചെയ്യത്തില്ല. കാരണം അച്ഛൻ പറഞ്ഞിട്ടാ ഞാനിപ്പോ ഓഫീസിലോട്ട് വന്നത്. സോ അച്ഛൻ എന്നോട് തിരിച്ചു പോകാനൊന്നും ഒരിക്കലും പറയാൻ പോകുന്നില്ല. താനങ്ങനെ അച്ഛനടുത്ത് പോയി ചോദിക്കില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാടോ. ഇത്രയും കാലം താൻ എന്നെ വേദനിപ്പിച്ചു. ഇനി താൻ കണ്ടു. സിത്തു, ഇത് ഓഫീസോ? അത് നിന്റെ ഭാര്യയെന്ന് ഇവിടെ എല്ലാവരും വിചാരിച്ചേക്കുന്നേ. നീ അതേപോലെ ബിഹേവ് ചെയ്യും. എനിക്ക് ഇവിടെ ഉള്ളവർക്ക് തന്നെ ഡൗട്ടാവും. ഇവിടെ അഹങ്കാരം കണ്ടില്ലേ നീ? എന്റെ ഓഫീസിൽ കയറി വരാനൊക്കെ എത്ര ധൈര്യമുണ്ട്. മോളെ, ഈ 3 മാസം കൊണ്ട് മോളെ കമ്പനിയില് ഒരു ഗ്രോത്ത് എത്രത്തോളം വളർത്തിയെടുത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊരു വളർച്ചയാകുന്നത്. ഭയങ്കര സന്തോഷമുണ്ട് മോള് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഈ കമ്പനിയിൽ വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഒന്നും വേണ്ട അച്ഛൻ. എന്തായാലും ഈ കമ്പനിയുടെ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. സോ അത് ഞാൻ കണ്ടില്ലാന്ന് വെക്കുന്നത് നല്ലതല്ലല്ലോ അല്ലേ സിധു? എടാ, എനിക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലടാ. അവൾ ഇത്രയും കേട്ട് തരം താഴ്ന്നൊരു പെണ്ണായിരുന്നു. എന്നിട്ടാണ് എനിക്ക് അവളോട് ഇപ്പോഴും ഒരു ഇഷ്ടം തോന്നുന്നത് എന്തുകൊണ്ടാ? എടാ, ഞാൻ നിന്നോട് ഇപ്പോഴും പറയാം, നീ അവനെ വിശ്വസിക്കാതെ നീ നിന്നോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്, അവളെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന്. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. സോ എടി, നീ എന്റെ ഫയൽ എവിടെ വെച്ചതോ? സത്യം പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത ഫയല് നീ എവിടെ വെച്ചതെന്നോ? സിധുക്കാരി ഏത് ഫയലിന്റെ കാര്യം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇനി തന്റെ ഫയലൊന്നും എടുത്തില്ലല്ലോ. ഞാൻ എല്ലാ കാര്യങ്ങളും ലാപ്പിലാണ് നോക്കാറ്.
സോ എനിക്ക് തന്നെ ഫൈലിന്റെ ആവശ്യമില്ല. നീ എന്നെ തോപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ സീരിയസ്ലി എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്ന വരില്ല. സത്യം പറ, നീ എന്റെ ഫയൽ എവിടെ വെച്ചത്? സിദ്ധു എനിക്ക് അറിയത്തില്ല സിദ്ധു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടില്ല അങ്ങനെ ഒരു ഫയല്. സിദ്ധു ഞാൻ നിന്നെ സ്നേഹിച്ചപ്പോഴൊക്കെ നീ എന്നെ ചതിച്ചിട്ടുള്ളൂ. ഇപ്പോഴും നീ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്നു. നീ എന്റെ കമ്പനിയിൽ വന്ന് എന്റെ എല്ലാ സ്വപ്നങ്ങളും നീ തകർത്തു. എന്റെ ജീവിതവും നീ തകർത്തു. എല്ലാം നീ തകർത്തുകൊണ്ടിരിക്കുക. സിദ്ധു ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറ. കല്യാണം ചെയ്തിട്ട് എത്ര മാസമായി? ഇതുവരെ എനിക്ക് എന്ത് കാര്യത്തിലാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ളത്? താൻ എൻ്റെ അടുത്ത് പറയാതെ വേണ്ട. ഇന്നലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ പറ്റുള്ളൂ. പ്ലീസ് സിദ്ധു, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിനക്കറിയണോടി? നിനക്കറിയണോ നീ എന്താ ചെയ്തെന്ന്? നീ എന്റെ കൂട്ടുകാരന്റെ കൂടെ ഒരു ദിവസം നീ ചെലവഴിച്ചില്ലേടി? അതിന് നീ എത്രയടി അവന്റെ ഇത് മേടിച്ചത്? പിഴച്ച സഹോദരൻ. സിദ്ധു, എനിക്ക് തോന്നിയോ? ഞാൻ പറഞ്ഞു തീർന്നില്ല. ഇടയ്ക്ക് കയറി പറയാനായിട്ട്. നീ അവന്റെ കയ്യിന്ന് എത്ര രൂപയായിട്ട് മേടിച്ചത്? 5 ലക്ഷം രൂപ നീ അവന്റെ അടുത്തുനിന്ന് എണ്ണി മേടിച്ചിട്ടല്ലേടി നീ കിടുന്നത് അവന്റെ കൂടെ? നാണമില്ലല്ലോ. ഇത് അവൻ എന്റെ അടുത്ത് പറഞ്ഞപ്പോ എന്റെ തൂരി ഒരുക്കി പോയി. നീ എന്റെ ഗേൾ ഫ്രണ്ട് അത് പറയാൻ പോലും എനിക്ക് അങ്ങനെ ചെയ്യുന്നു വിശ്വസിക്കുന്നുണ്ടോ? മോറി വിക്കടി അങ്ങോട്ട്. തൊട്ടു പോകരുത് എന്നെ. ഒരാണിന്റെ കൂടെ ഒരു രാത്രി മുഴുവൻ ചെലവഴിച്ചിട്ട് അവൾ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലമായിട്ട്. ഇതൊക്കെ ഞാൻ അറിയാൻ വൈകിയതെന്താ? നീ ഒരടി അങ്ങോട്ട് മാറിയൊക്കെ പറഞ്ഞ ഇറങ്ങി പോടി എന്റെ റൂമിന്ന്. എടോ, നീ എന്റെ തോന്നിയൊക്കെ പറഞ്ഞിട്ടില്ല. കേട്ടോണ്ട് നിങ്ങൾക്ക് വരില്ല. നീ എന്താണ് എന്റെ പെങ്ങളെ പറ്റി നീ പറഞ്ഞത്? ഇത്രയും കാലം സ്നേഹിച്ചത് നീ എന്തിനു വേണ്ടിയിട്ടായിരുന്നോടാ? നിന്റെ പെങ്ങളൊരു പിഴച്ചവളാണ്. ഒരാണിന്റെ കൂടെ പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ മടിക്കാത്തവള്. ഇന്നത്തോടുകൂടി നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇവിടെ അവസാനിക്കുകയാണ്. വാ മോളെ. വാടാ, അവനെ ഇനി ജീവനോടെ ഇരിക്കാൻ പാടില്ല. അവനെ കൊന്ന് കുഴിച്ചു മൂടണം നമുക്ക്. ഏട്ടാ, അവനെ കൊടുക്കാനുള്ളതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ പോയിട്ട് ഒരു വക്കീലിനെ കണ്ട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. അവൻ ഇത്രയും നാളും കഴിഞ്ഞ് നിന്നെ ഉപദ്രവിച്ചിട്ടും നിനക്ക് ഇനി അവന്റെ കൂടെ ജീവിക്കണമെന്നാ നീ പറയുന്നത്? മിണ്ടി പോകരുതില്ല. ഇനി ഞങ്ങള് പറയും, നീ കേൾക്കും. കല്യാണം ഫ്രീ ആയിട്ട് ഉറപ്പിച്ചു വെക്കാൻ പോവുക.
കേൾക്കുന്നു. ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര കുഴപ്പമാകും. അതൊന്നും വേണ്ട ഏട്ടാ. ഞാനും ശ്രീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനി അങ്ങനെ മതി. ആ കുടുംബക്കാരുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട. മോനെ പാറു, നീ അകത്തേക്ക് കയറിപ്പോ. അകത്തേക്ക് കയറി പോവാനല്ലേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ. എന്തിനാ വന്നത്? മോൻ തെറ്റ് ചെയ്തിട്ടില്ല, മോനെ ന്യായീകരിക്കാൻ വേണ്ടി വന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് കഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്ക് പോകാം. നിങ്ങളെ വിശ്വസിച്ചിട്ടാ എന്റെ പെങ്ങളെ ഞാൻ അങ്ങോട്ട് അയച്ചത്. ഇവനെ എനിക്ക് പണ്ടേ വിശ്വാസമില്ലായിരുന്നു. അവൾക്ക് അത്രയും സ്നേഹമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ 4 പേരും കല്യാണത്തിന് സമ്മതിച്ചത്. അത് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. എന്നിട്ട് നിങ്ങളുടെ മോൻ ഇത്രയും വലിയ ക്രൂരത എന്റെ പെങ്ങളോട് കാണിച്ചിട്ട് നിങ്ങൾ അതൊന്നും അറിഞ്ഞേ പോലും ഇല്ലാന്ന് പറയുന്നത് എന്താ തെണ്ടിത്തര? ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു മോനെ. ഒന്നും ഇവൻ ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞങ്ങൾക്ക് വേണമെങ്കിൽ കേസ് വരെ പോകാം. അവൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. എന്തായാലും ഞങ്ങളൊരു വക്കീലിനെ കണ്ട് ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നുണ്ട്. അനിതയുടെ പ്ലീസ്, എനിക്ക് അവളെ ഒന്ന് കാണണം പ്ലീസ്. ഞാൻ കാല് പിടിക്കാൻ നിങ്ങളുടെ പ്ലീസ്, എനിക്ക് നമ്മളെ കണ്ടാ മതി പ്ലീസ്. എന്റെ പെങ്ങളെ ഇത്രയധികം ഉപദ്രവിച്ചിട്ട് ഞാൻ ഇനിയും തന്നെ കാട്ടാടാ. നീ കൂടെ എന്റെ വീട്ടിൽ നിന്ന്. എന്താ എന്തിനാ വന്നത്? സ്ത്രീ ആയിട്ടുള്ള കല്യാണക്കാർക്ക് സംസാരിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഇങ്ങോട്ട് കയറിയാൽ മതി. എന്റെ കാര്യം പറഞ്ഞ ആരും ഇങ്ങോട്ട് കയറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാറു പ്ലീസ്, എനിക്കൊരു 5 മിനിറ്റ് താ. എന്തുണ്ടായെന്ന് ഞാൻ നിന്റെ അടുത്ത് പറയാം. എനിക്ക് തന്നോടൊന്നും സംസാരിക്കില്ലെന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെ തോന്നിയ വിളിച്ച് പറഞ്ഞത്? അപ്പോഴത്തേക്ക് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞത് എന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതൊന്ന് കേക്ക്. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞത് കേട്ടോ? ഇല്ല. എന്നിട്ടിപ്പോ തനിക്ക് പറയാനുള്ളപ്പോ താൻ വന്നേക്കുന്നു അല്ലേ? എനിക്കൊന്നും കേൾക്കാനില്ല. തനിക്ക് പോകാം. അവള് പറഞ്ഞത് കേട്ടില്ലേടാ, ഇറങ്ങി പോടാ. മോണം കെട്ടവന്. മോള് അച്ഛൻ കാല് പിടിക്കാം. അടുത്ത ആഴ്ച ഒരു മീറ്റിങ്ങിന് മോള് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പോയി കഴിഞ്ഞാൽ കമ്പനി ആകെ മൊത്തത്തിൽ പോകും. കാല് പിടിക്കാൻ മോള്. എന്റെ അധ്വാനം ഇപ്പൊ തന്നെ ഇങ്ങോട്ടൊക്കെ എനിക്ക് വയ്യ. പ്ലീസ് മോളതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം പ്ലീസ്. കാല് പിടിക്കാൻ. അവളെ ഇനി ആ നശിച്ച കമ്പനിയിലേക്ക് വിടണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇറങ്ങി. ഏട്ടാ, ഇത് ഞാൻ അച്ഛന് കൊടുത്ത വാക്കാ. ഇതെനിക്ക് പാലിച്ചേ പറ്റും. വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല പോകുന്നത്. കമ്പനിയുടെ കാര്യം ആയതുകൊണ്ട് മാത്രം. ഞാൻ വരാച്ച. ഒരാഴ്ചയും കൊണ്ട് ആ മീറ്റിംഗ് തീരും. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തന്നെ വരാം. മോളെ എന്തായാലും ആ നശിച്ച വീട്ടിലേക്ക് ഇനിയും പോണോ? വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ലല്ലോ, മീറ്റിംഗിന്റെ കാര്യം ആയതുകൊണ്ടല്ലേ ഏട്ടാ. ഞാൻ പോയിട്ട് വരാം. പാറു, ഞാൻ പറയുന്നൊന്ന് കേക്കടി പ്ലീസ്. താനൊന്നും നിർത്തുന്നുണ്ടോ? കുറെ നേരം കൊണ്ട് ഇനി കേൾക്കുന്നു. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇനി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ റൂമിൽ തന്നെ ഞാൻ ഇറങ്ങിപ്പോകും. എന്താണോ
എന്താ നീ നോക്കുന്നത്? അതല്ലടാ, ആനന്ദേട്ടൻ ഇപ്പൊ വന്നിട്ട് പോയായിരുന്നു. ആ ചെക്കനെ ഇവിടെ കൊണ്ടാക്കിട്ടാ പോയത്. ഇവൻ നമ്മുടെ കമ്പനിയിലെല്ലാം ജോലി ചെയ്യുന്ന ആളാണ്. നീ കണ്ടിട്ടുണ്ടോ നോക്ക്. ഏയ്, ഇങ്ങനെ ഒരാൾ എവിടെയൊന്നുമില്ല. എടാ, ചിലപ്പോ വല്ല കൊട്ടേഷൻ കൊടുത്തതായിരിക്കും. നീ അവളുടെ അടുത്ത് വല്ല സംസാരിക്കണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. എടാ പോടാ അവിടുന്ന്. പിന്നെ കൊട്ടേഷനൊക്കെ എങ്ങനെ വരും കൊടുക്കുന്നത്? എന്തിനു വേണ്ടി കൊടുക്കുന്നത്? ഞാൻ എന്താ പിടിച്ച് തിന്നാൻ നിൽക്കുന്നു. താൻ അവിടെ എന്ത് മാങ്ങ പറിച്ചോണ്ടിരിക്കുക? ഇത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള സാധനമല്ല. ഇങ്ങോട്ട് വന്നാലേ എന്തെങ്കിലും നടക്കൂ. ഇങ്ങോട്ട് വരുന്നുണ്ടോ? എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടോ. നീ അവളെന്നിപ്പോ പിടിച്ച് തിന്നും. ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം. എടാ, ഞാനത് സോറി, ഞാൻ ഡിസ്റ്റർബ് ചെയ്തു. സോറി, ഞാൻ പോക്കളാം. ആ പണ്ട് ഒരു കട്ടുറുമ്പ എനിക്ക്. ആദ്യത്തെ വേഗം ഒന്ന് ചെക്ക് ചെയ്യാമോ? ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയുണ്ട്. നോക്കിക്കൊണ്ടിരിക്കലായിരുന്നു. അപ്പോഴല്ലേ അവൻ വന്ന് ഡിസ്റ്റർബ് ചെയ്തത്. അതിന് താൻ അത് നോക്കല്ലായിരുന്നല്ലോ. താൻ വേറെ എന്തൊക്കെയല്ലേ കാട്ടിക്കൊണ്ടിരുന്നത്? മര്യാദയ്ക്ക് ലാപ്പിൽ നോക്കി കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. അതെ, താൻ ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ കാട്ടിക്കൂട്ടുന്നത്? ഇന്നല്ലേ ഫൈനൽ ഡേ. ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും റീവർക്ക് ചെയ്യണമെങ്കിൽ ഇന്ന് പറയണം. ഇന്നാ ലാസ്റ്റ് ഡേറ്റ്. ഏട്ടനെ നിന്ന് വിളിക്കാൻ വരും. നീ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആണ്. എനിക്ക് അതിനകത്ത് ഒരു വേറെ ഒപ്പീനിയൻ ഒന്നും പറയാനില്ലടി. സിധു, താൻ എന്തിനാ ഇത് അടുത്തോട്ടൊക്കെ വരുന്നത്? മാറിയിരുന്നു. സിധു, പ്ലീസ്. സിധു, മാറിയിരിക്കാനല്ലേ പറഞ്ഞത്? പാറു, ഞാൻ പറഞ്ഞതും ചെയ്തതൊക്കെ തെറ്റ് തന്നെ. അതൊക്കെ ഞാൻ സമ്മതിക്കാം. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാം. ഞാൻ നിന്റെ കാല് പിടിക്കാം. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല. പ്ലീസ്. ഈ തോന്നിവാസൊക്കെ തന്നോട് ആരാ പറഞ്ഞത്? എന്നെ പറ്റിയുള്ള ഈ തോന്നിവാസൊക്കെ തന്നോട് ആരാ പറഞ്ഞതെന്ന്? ദക്ഷ് നിന്റെ കൂടെ ബാംഗ്ലൂരിൽ പഠിച്ചില്ലേ? അവൻ എന്നെ കൂടി ഫ്രണ്ടായിരുന്നു. അവനെതിരായിട്ട് ഞാൻ കോളേജിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പ്രതികാരം അവൻ ചെയ്തത്. തന്റെ ഗേൾ ഫ്രണ്ട് ആണ് ഞാനെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവൻ എനിക്ക് പുറമെ ഉണ്ടാവില്ല. അതിന്റെ പേരിലായിരിക്കും അയാൾ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ താൻ അയാൾ പറയുന്നതൊക്കെ കേട്ടൊന്ന് വിശ്വസിച്ചു അല്ലേ? അപ്പൊ തനിക്ക് എന്നോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല. താൻ എന്നോട് കാണിച്ചതൊക്കെ കള്ളമായിരുന്നു. പറ്റിപ്പോയി വേണ്ട. സോറി സോറി പ്ലീസ്. നീ കരയാതെ പ്ലീസ്. സോറി. അപ്പൊ എത്ര പറഞ്ഞാലും ശരിയാവില്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ നീ എന്നോട് ഒരു പ്രാവശ്യം നീ ക്ഷമിക്കും പ്ലീസ്. എനിക്ക് നീനത് പറ്റില്ല പ്ലീസ്. ഓക്കെ,
ക്ഷമിക്കാം. പക്ഷെ അതിന് വേണ്ടിട്ട് താൻ ഇങ്ങനെയൊന്നും സോറി പറഞ്ഞാ പോരാ. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്? നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാ. പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? താൻ എനിക്ക് ഡിവോഴ്സ് ആയിരുന്നു. അതാണ് എനിക്ക് വേണ്ടത്. പാറു, നീ ഇത് ഇങ്ങനെയൊക്കെ പറയുന്ന ഡിവോഴ്സോ? അതൊന്നും പറ്റില്ല. എനിക്ക് നീ ജീവിക്കാൻ പറ്റില്ലടി. പ്ലീസ്, നീ അങ്ങനെയൊന്നും പറയരുത്. ഇതല്ലാതെ ഞാൻ തന്നോട് ക്ഷമിക്കില്ല. ശരി, ഏറ്റവും വരാറ് എൻ്റെ അടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് വരാൻ പറഞ്ഞത്. ഇങ്ങോട്ട് വരാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പോകാം. ബൈ. എടാ, നീ ഇങ്ങനെ കരയാതെ. ഇനി ഞാൻ എന്താണ് ചെയ്യുക? അവൾ എൻ്റെ അടുത്ത് ക്ഷമിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കണമെന്ന്. ഡിവോഴ്സ് എങ്ങനെയാണ് ഞാൻ കൊടുക്കുക? എനിക്ക് അവളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് അവളെ വേണോടാ. എനിക്ക് അവളില്ലാതെ പറ്റില്ല. ഫോൺ അടിക്കുന്നു. ശ്രീയ, എടുക്ക. എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല. നീ കൊണ്ടുപോ. ഹലോ ഏട്ടാ. അവനിവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ഏട്ടാ, ഇന്ന് ചേച്ചിയും ഏട്ടന്മാരും ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ കല്യാണത്തെ പറ്റി സംസാരിക്കാനും പിന്നെ ഏട്ടന്റെ കാര്യത്തെ പറ്റി സംസാരിക്കാനും കൂടിയാ വന്നത്. ചേച്ചിക്ക് ഇപ്പൊ പിണക്കൊന്നും ഇല്ലെന്ന്. ചേച്ചിക്ക് ഏട്ടനോട് ക്ഷമിച്ചെന്നാ പറഞ്ഞത്. ഞാനിത് ആദ്യനോട് പറഞ്ഞു, ഒന്നും പറയണ്ട, വിളിച്ചൊന്നും പറയരുത് കേട്ടോന്ന്. പക്ഷെ എനിക്കെന്തോ ഏട്ടൻ സങ്കടപ്പെടാന്ന് ആലോചിക്കുമ്പോ ഒരു വിഷമം. അതുകൊണ്ട് വിളിച്ചതാ. നീ സത്യമാണ് പറഞ്ഞത്? അവള് വീട്ടിൽ വന്ന് എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞോ? ശ്രീ, ഹലോ. നിന്നോട് അവനെ വിളിക്കരുതെന്ന് പറഞ്ഞല്ലേടി. പിന്നെ നീ എന്തിനാടി അവനെ വിളിച്ചത്? അവര് കുറച്ചൊന്ന് റൊമാൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ പറയണ്ടാന്ന് പറഞ്ഞത്. അവൾ അപ്പത്തേന് വിളിച്ച് സസ്പെൻസ് പൊട്ടിച്ചേക്കുന്നു. ഒരൊറ്റ അടി ഒന്ന് വിളിച്ചാന്നുണ്ടെങ്കിലോ. അത് പിന്നെ എന്റെ ഏട്ടൻ ഭയങ്കര വിഷമത്തിലാണെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. സോറി. അളിയാ, അവക്ക് കുറച്ച് ചാടയുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അളിയൻ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാൻ സെറ്റ് ആക്കിയിട്ട് അവളൊന്ന് സർപ്രൈസ് ചെയ്ത് ഇതാക്കിക്കാം. അവള് കുറച്ചൊന്ന് ടെൻഷൻ അടിക്കാം. കാരണം ഒരാഴ്ചയായിട്ടും പുറകെ നടന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് കാരണം ചെറിയൊരു ടെൻഷൻ വേണമെങ്കിൽ അടുപ്പിക്കാം. അളിയ, സോറി അളിയ. എനിക്ക് ഭയങ്കര വലിയ തെറ്റാ പറ്റിപ്പോയത്. നിങ്ങളുടെ പെങ്ങളുടെ അടുത്ത് കാണിച്ചതൊക്കെ വലിയ തെറ്റ് തന്നെയാ. ഐ എം റിയലി സോറി. നിങ്ങൾ എല്ലാവരുടെ അടുത്തും ഞാൻ സോറി പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരാം. പൊന്നളിയ, ഇങ്ങോട്ടൊന്നും വരണ്ട. ഞാൻ അവളെ അങ്ങോട്ടേക്ക് അയക്കാം. എൻ്റെ ഒരു പ്ലാൻ ഉണ്ടെന്നേ. മറ്റു കാര്യങ്ങളൊക്കെ വിട്ടേക്കാം. അതൊക്കെ പാസ്റ്റാ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാനാണ് നോക്കേണ്ടത്. അയ്യോ, എന്നിട്ട് എന്റെ ദൈവമേ, അപ്പൊ റോഡ് സൈഡിൽ ആരുമില്ലേ? ഒരു മിനിറ്റ്, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. ഒരു സിദ്ധുനൊരു ആക്സിഡന്റ്. വളയുന്ന ഒരു റോഡിലേടി. അവിടെ ഒറ്റ മനുഷ്യനില്ല, വണ്ടി അതിൽ കൂടെ പോകുന്നില്ലെന്ന്. അവനെ വിളിച്ചത്. ഞാൻ വേഗം ഒന്ന് പോയിട്ട് വരാം. അവൻ വരുണിന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. എനിക്കറിയാൻ പാടില്ല.
അയ്യേ. തനിക്കതിന് പറ്റും. എന്തോ ആക്ച്വലി എനിക്ക് ഏട്ടൻ വിളിച്ചപ്പോ പറഞ്ഞല്ലോ. എടി ഞാൻ നിന്നെ പറ്റിച്ചതാണ് പെണ്ണെ. ഞങ്ങൾ എല്ലാവരും ഒരു പ്രാങ്ക് ഇട്ടതല്ലേ. തോന്നുന്നു. എന്തോ പോകുന്നില്ലേ? എന്താണ് തന്നെ നിന്നോളഞ്ഞത്? എന്നെ ഒന്ന് വീട്ടിലേക്കാക്കി തരൂ. എന്റെ കൂടെ ആ ഏട്ടപ്പറ്റി വന്നായിരുന്നു, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. എന്നെ തല്ലിയിട്ട് എന്നെ ചീത്ത പറഞ്ഞ് എന്നോട് പൊക്കോളാൻ പറഞ്ഞിട്ട് ഞാൻ നിന്നെ വീട്ടിലോട്ടാക്കി തന്നോ? നീ സുമതി വളവിൽ നിക്കടി. സുമതി അമ്മ വരുമോ നോക്കാം നമുക്ക്. എന്തെങ്കിലുമൊക്കെ പറയുന്നത് എനിക്ക് പേടിയാന്ന് പറഞ്ഞില്ലേ? നമുക്ക് വീട്ടിൽ പോവാം. ഇവിടത്തെ നല്ല സ്ഥലമല്ലാന്ന് തോന്നുന്നു. എനിക്കൊരു ഉമ്മ തന്ന് നമുക്ക് ഇവിടുന്ന് പോകും. അതെ, റിയൽ ഉമ്മ. അതിലേക്ക് പറയാം. നമുക്ക് അന്ന് ശരി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പറ്റില്ലല്ലോ. അതൊന്നും തന്നെ നോക്കിയാലോ? कि दूर मत